നമസ്കാരം, എല്ലാവർക്കും മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 കഴിഞ്ഞതിന് ശേഷമുള്ള ഉപരിപഠനത്തിന് ഒരു ഗൈഡൻസ് എന്ന നിലയിലാണ് ഈ വീഡിയോ. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയുടെ തുടർച്ചയാണിത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആളുകൾ ഉപരിപഠനത്തിനായി ആഗ്രഹിക്കുന്ന ഒരു മേഖല മെഡിക്കൽ ഫീൽഡാണ്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറാവുക എന്നത് പല ഉദ്യോഗാർത്ഥികളുടെയും സ്വപ്നമാണ്. നിങ്ങൾ 12ാം ക്ലാസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ ഉൾപ്പെട്ട സയൻസ് സ്ട്രീം സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറാവാൻ വേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് പരീക്ഷയാണ് MBBS, BDS, ആയുഷ് തുടങ്ങിയ കോഴ്സുകളിൽ പ്രവേശനം നേടുന്നതിനുള്ള മാനദണ്ഡം. മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോപ്പതി, ഡെന്റൽ വിഭാഗം, ഫിസിയോതെറാപ്പി തുടങ്ങിയ മേഖലയിലൊക്കെ നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. നീറ്റ് പ്രവേശന പരീക്ഷയിൽ മികച്ച റാങ്കുകൾ കരസ്ഥമാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ സാധിക്കും. സ്വകാര്യ മേഖലയിലും ഒട്ടനവധി മെഡിക്കൽ കോളേജുകൾ ഉണ്ട് എങ്കിലും സർക്കാർ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഫീസ് അധികമാണ്. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ പക്ഷികളെ പോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. പക്ഷികളെ പോലെ പറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനും മുകളിലൂടെ വിമാനത്തിൽ നമുക്ക് പറക്കാൻ കഴിയും. വിമാനത്തിലെ യാത്രക്കാരൻ മാത്രമായിട്ടല്ല, നിങ്ങൾക്കൊരു പൈലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വയം വിമാനം പറത്താം. അങ്ങനെ പറക്കാൻ ആഗ്രഹിക്കുന്നവർ 12ാം ക്ലാസ്സിന് ശേഷം പൈലറ്റ് ആകാൻ ശ്രമിക്കാവുന്നതാണ്. ആഗ്രഹം മാത്രം പോരാ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ +2 പ്രധാന വിഷയങ്ങളായിരിക്കണം. കൂടാതെ ആരോഗ്യമുള്ള കണ്ണിൻ്റെ വീക്ഷണക്ഷമത, ശരിയായ ഹൃദയതാളം, മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പ്രവേശനത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളാണ്. പൈലറ്റായി ഒരു സമ്പന്നമായ കരിയർ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ശക്തമായ സാങ്കേതിക അറിവും പ്രായോഗിക പരിശീലനവും ആവശ്യമാണ്. മുകളിൽ പറഞ്ഞ യോഗ്യതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ചണ്ഡീഗഡിലുള്ള ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ്, തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി, മുംബൈ ആസ്ഥാനമായുള്ള ബോംബെ ഫ്ലൈയിങ് ക്ലബ് എന്നിവിടങ്ങളിൽ പ്രവേശനങ്ങൾക്കായി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. കോഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കൂടുതലായി അറിയണമെന്ന് താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ജോലി സാധ്യതയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിഫൻസ് ഫോഴ്സുകളിലും ലോകമെമ്പാടുമുള്ള എയർലൈൻ കമ്പനികളിലും നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഫാർമസി മേഖലയിൽ കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് B.Pharm നല്ലൊരു ഓപ്ഷനാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഉൾപ്പെടുന്ന +2 യോഗ്യത, പൊതുവിദ്യാർത്ഥികൾക്കായി കുറഞ്ഞത് 50% മാർക്ക് എന്നിവ അടിസ്ഥാന യോഗ്യതയാണ്. ഇതിലേക്ക് പ്രവേശനത്തിനായി നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമായി വിവിധതരം എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് GPAT പോലെയുള്ളവ, ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിരവധി ജോലി സാധ്യതകളും ഈ മേഖലയിലുണ്ട്. ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഫാർമസി സ്റ്റാഫായും, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രികളിലും ക്ലിനിക്കൽ റിസർച്ച് മേഖലകളുമൊക്കെയായി സാധ്യതകൾ നിരവധിയാണ്. BSc നഴ്സിംഗ്, ആരോഗ്യ പരിപാലന രംഗത്ത് കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ നൽകുന്ന കരിയർ ഓപ്ഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ മെഡിക്കൽ ലോകത്ത് നമ്മുടേതായ മുദ്ര പതിപ്പിച്ച ഒരു മേഖല കൂടിയാണ് ഇത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ വിഷയങ്ങളായി പഠിച്ച് 50% മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ദേശീയ, സംസ്ഥാന തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രവേശന പരീക്ഷകൾ മുഖേന നിങ്ങൾക്ക് പ്രവേശനം നേടിയെടുക്കാൻ സാധിക്കും. സ്വദേശത്തും വിദേശത്തുമായി നിരവധി ജോലി സാധ്യതകളുള്ള മേഖല കൂടിയാണിത്. BSc അഗ്രികൾച്ചറൽ, BSc നോട്ടിക്കൽ സയൻസ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc സുവോളജി, BSc ബോട്ടണി, BSc ബയോടെക്നോളജി, BSc മൈക്രോബയോളജി, BSc എൻവിറോൺമെന്റൽ സയൻസ് തുടങ്ങിയ ഓപ്ഷനുകളും ഉപരിപഠനത്തിനായി 12ൽ സയൻസ് വിഷയമായി പഠിച്ചവർക്ക് പരിഗണിക്കാവുന്നതാണ്. കൂടുതൽ കോഴ്സുകളുടെ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.